ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂന്തൽ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോയോളം കൂന്തൽ എടുത്തിട്ടുണ്ട്. അത് കഴുകി വെച്ചിരിക്കുന്നതാണിത്. ഇതുപോലെ റിംഗ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യമേ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനൊരു വലിയ സവോള എടുത്തിട്ടുണ്ട്. സവോളയൊക്കെ കുറച്ച് കൂടുതലെടുക്കുക. 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇനി നമുക്ക് കറിവേപ്പില, 1 തക്കാളി, അത്രയും കൂടെ വേണം. നമുക്ക് ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത്തിരി എണ്ണ കൂടുതൽ വേണം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായ എണ്ണയിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുവാണ്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കൂന്തലിനൊന്നും അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല, കുറച്ച് ഉപ്പ് മതി. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത്രയും ഒന്ന് വഴണ്ട് വരണം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് വഴണ്ട് വന്നാൽ മതി. ഇത്രയും ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ, ഒന്ന് വഴറ്റി കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതും ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നോർമൽ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ആവശ്യം വരത്തില്ല, കാരണം നല്ല എരിവുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കും, കുരുമുളക് പൊടി. അപ്പോൾ അത് കണക്കാക്കി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത്രയൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അതോടെ ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം. അത്രയും പൊടികളെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 തക്കാളിയാണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ഞാനിപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരട്ടെ. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ കൂന്തൽ അധിക സമയത്ത് വേവിക്കരുത്, അത് ഒരു റബ്ബർ പോലെ ആയിപ്പോവും. കുറച്ച് സമയം വേവിച്ചാൽ മതി. അതുപോലെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ചൂടായി കഴിയുമ്പോഴത്തേനും ഈ കൂന്തലിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഫ്രോസൺ കൂന്തലൊക്കെ ആണെങ്കിൽ അതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കങ്ങ് അടച്ചു വെക്കാം. ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. വീണ്ടും ഇതങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് വെള്ളം പെട്ടെന്നങ്ങ് വറ്റിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ ഇതങ്ങ് വെന്ത് കിട്ടും. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഇതങ്ങ് അടച്ചു കൊടുക്കാം. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പെട്ടെന്ന് വെന്ത് വെള്ളം വറ്റി വരട്ടെ. ഇത് തുറന്ന് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൂന്തൽ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നമ്മുടെ രുചികരമായ കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കണം. ഇനിയും നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ, ബൈ.